എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ പുതിയ കഥയിലേക്ക് സ്വാഗതം. കഥ ആരംഭിക്കാം. അമ്മ മുഖവുര ഇടുന്നത് കേട്ട് ഞാൻ കാതോർത്തു. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പറയാൻ മാത്രം മുഖവുര ഇടാറുള്ള അമ്മ എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ എനിക്കും ആകാംക്ഷയുണ്ടായി. അച്ഛന്റെ ഗൗരവത്തിലുള്ള മൂളൽ. അത് ഞാൻ സദാ വലിയ ഗൗരവക്കാരനാണ്. സ്മിത പിണങ്ങിപ്പോയെന്ന് അമ്മ നൽകിയ വാർത്ത കേട്ട് ഞാൻ വേഗം എഴുന്നേറ്റു. എന്റെ സ്വപ്ന റാണിയാണ് സ്മിത ആന്റി. അമ്മയുടെ ഏറ്റവും ഇളയ സഹോദരൻ സുരേഷ് മാമന്റെ ഭാര്യ. ആന്റിയും മാമനും തമ്മിൽ നല്ല രസത്തിലല്ല എന്നെനിക്കറിയാമായിരുന്നു. എന്ന് അച്ഛൻ ചോദിച്ചു. ഒരാഴ്ചയായി, പക്ഷെ ഇന്ന് അവൻ വിളിച്ചു പറഞ്ഞത്. അമ്മ പറഞ്ഞു. എന്താ കാര്യം? അവര് തമ്മിൽ കുറെ നാളായി സ്വരച്ചേർച്ചയില്ല. ആർക്കറിയാം എന്താ കാര്യമെന്ന്? അമ്മ പറഞ്ഞു. അപ്പോൾ കൊച്ചിനെ അവള് കൊണ്ടുപോയി. കുറെ നേരത്തേക്ക് സംസാരമൊന്നും ഉണ്ടായില്ല. എന്റെ ചങ്ക് വല്ലാതെ ഇടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. സ്മിതമാമിയുടെ പേര് കേട്ടാലേ ഇതാണ് എന്റെ സ്ഥിതി. എങ്കിൽ കണ്ടാലുള്ള ഒരു അവസ്ഥ അറിയാമല്ലോ. അവളെ തിരിച്ചു വിളിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്നാ അവൾ പറയുന്നത്. അമ്മ പറയുന്നത് ഞാൻ കേട്ടു. നമ്മളോ? നമ്മൾ പറഞ്ഞാൽ അവള് കേൾക്കുമോ? അച്ഛൻ ചോദിച്ചു. അവളുടെ തള്ള ഒരു ജഗജില്ലിയ. ആ പെണ്ണിനെ പിഴപ്പിക്കുന്നത് അവർ ഒരുത്തിയ. സൗന്ദര്യം കൂടുതലുള്ള പെണ്ണു മതി എന്ന് അവൻ വാശി പിടിച്ചത് കൊണ്ടല്ലേ അവളെ തന്നെ കിട്ടിയത്. പക്ഷെ നിലയ്ക്ക് നിർത്താൻ അവന് കഴിവില്ലാതെ പോയി. അമ്മ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. എന്നെ കൊണ്ടൊന്നും ഇതിലൊന്നും ഇടപെടാൻ ഒക്കത്തില്ല, അച്ഛൻ പറഞ്ഞു. വിനുവിനെ അവൾക്ക് വലിയ കാര്യമാ. അവനെ അങ്ങോട്ട് അയച്ച് കാര്യമൊന്ന് തിരക്കിയാലോ? അമ്മയുടെ നിർദ്ദേശം കേട്ടപ്പോൾ എന്റെ ഉള്ളിൽ കുളിര് കോരിയിട്ടതുപോലെ എനിക്ക് തോന്നി. അവൻ പറഞ്ഞാൽ അവരുടെ കുടുംബ പ്രശ്നം തീരുമോ? അവൾ വേണേൽ തിരിച്ചു വരട്ടെ, അച്ഛൻ പറഞ്ഞു. എന്റെ ചേട്ടാ, സുരേഷ് ഒരു പേടിത്തൊണ്ടനാണ്. അവൻ വിചാരിച്ചാൽ അവൾ വരില്ല. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നമുക്ക് അവളുടെ കാര്യത്തിൽ താല്പര്യമുണ്ടെന്ന് തോന്നിയാൽ ചിലപ്പോൾ മനസ്സുമാറി വന്നാലോ? ആ, നിന്റെ ഇഷ്ടം. വല്ലവന്റെയും വീട്ടിൽ പിള്ളേരെ അയക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല, അച്ഛൻ വീണ്ടും പറഞ്ഞു. ഇതിപ്പോ ഒരു കുടുംബ പ്രശ്നം ആയതുകൊണ്ടല്ലേ. എന്നാൽ നാളെ അവനെ അങ്ങോട്ട് അയക്കട്ടെ. അച്ഛൻ താല്പര്യമില്ലാത്ത മട്ടിൽ മൂളി. ഞാൻ ശബ്ദമുണ്ടാക്കാതെ 4 ചാട്ടം ചാടി. സ്മിതമാമിയെ കാണാൻ എന്നെ വിടാൻ പോകുന്നു. എനിക്ക് രാത്രി ശരിക്കും ഉറക്കമേ വന്നില്ല. എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ ഞാൻ. എന്റെ പേര് വിനോദ്. പ്രായം 22 വയസ്സ് കഴിഞ്ഞു. കാണാൻ സുന്ദരൻ, വെളുത്ത് തടിച്ച ശരീരം. സ്മിതമാമിക്ക് 10-30 വയസ്സ് കാണും. ഒരു മകളുണ്ട്, അതിന് 2 വയസ്സാകുന്നു. സുരേഷ് മാമൻ അമ്മയുടെ ഏറ്റവും ഇളയ സഹോദരനാണ്. ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. മാമിക്ക് ജോലിയൊന്നുമില്ല. കാണാൻ അതിസുന്ദരി എന്ന് പറഞ്ഞാൽ അത്രമേൽ സുന്ദരിയാണ് മാമി. നല്ല വെളുത്ത തുടുത്ത നിറം, 5 അടി ഉയരം കാണും. തുടുത്ത മുഖത്ത് പാതിയടഞ്ഞ കണ്ണുകളും ലേശം വിടർന്ന ചെറിയ ചുണ്ടുകളും നല്ല തുടുത്ത കവിളുകളുമാണുള്ളത്. ചുരുണ്ട് നീണ്ട് തഴച്ചു വളർന്നിരിക്കുന്ന മുടി. മാമിയെക്കുറിച്ച് വർണ്ണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്തോ ആയാലും മാമി ഒരു ഊക്കൻ ഉരുപ്പടിയാണ്. എടാ, നീ നയത്തിൽ കാര്യങ്ങൾ ചോദിച്ചറിയണം. നിന്നെ അവൾക്ക് വലിയ കാര്യമാണ്. എന്തു പ്രശ്നമായാലും അതൊക്കെ മറന്ന് തിരികെ വരാൻ ഞാനും ചേട്ടനും പറഞ്ഞിട്ടുണ്ടെന്നും പറയണം. പോകാൻ നേരം അമ്മ എനിക്ക് ഉപദേശം നൽകി. ഞാനെല്ലാം തലയാട്ടി കേട്ടു. എന്നോട് അവിടെ ഒരു ദിവസം നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കണോ? ഞാൻ ചോദിച്ചു. മറ്റു വീടുകളിൽ അന്തി ഉറങ്ങുന്നത് നിന്റെ അച്ഛൻ ഇഷ്ടമുള്ള കാര്യമല്ല. വേണേൽ നിന്നോ. ഇതിപ്പം എങ്ങനെയെങ്കിലും അവളെ അനുനയിപ്പിച്ചു കൊണ്ടുവരേണ്ട കാര്യമല്ലേ. ആ ചെറുക്കനാണെങ്കിൽ ഒരു മണവും ഗുണവും ഇല്ലാത്തവനായതുകൊണ്ടല്ലേ ഇവളൊക്കെ ഇങ്ങനെ നിഗളിക്കുന്നത്, അമ്മ പറഞ്ഞു. ഉള്ളിലെ സന്തോഷം പുറമേ കാണിക്കാതെ ഞാൻ യാത്ര പറഞ്ഞു പോയി. സൈക്കിളിലായിരുന്നു എന്റെ യാത്ര. വീട്ടിൽ നിന്നും ഒരു 12 കിലോമീറ്റർ ദൂരെയാണ് മാമിയുടെ വീട്. ഒരിടത്തരം പഴയ തറവാടാണ് മാമിയുടെ കുടുംബം. വീട്ടിൽ അമ്മയും ജോലിക്കാരിയും മാത്രമേ ഉള്ളൂ. ഞാൻ ചെല്ലുമ്പോൾ ഉച്ച സമയമാണ്. പടിപ്പുര കടന്ന് വിശാലമായ പറമ്പിന്റെ നടുവിലുള്ള വീട്ടുമുറ്റത്ത് എത്തി. ഞാൻ സൈക്കിളിൽ നിന്നും ഇറങ്ങി. ഏതാണ്ട് 1 ഏക്കർ സ്ഥലത്താണ് വീട് നിൽക്കുന്നത്. 7-8 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. എന്നും മാമയുടെ അച്ഛൻ വിറ്റ് കുടിച്ചതാണ് ബാക്കിയെന്ന് അമ്മ കൂടെ പറയുമായിരുന്നു. ഞാൻ സൈക്കിളിൽ നിന്നും ഇറങ്ങിയപ്പോൾ മാമയുടെ അമ്മ പുറത്തേക്ക് വന്ന് എന്നെ നോക്കി. എന്നെ അവർക്ക് വലിയ പരിചയമുണ്ടായിരുന്നില്ല. ഒന്നോ രണ്ടോ തവണ മാത്രമാണ് അവരെന്നെ കണ്ടിട്ടുള്ളത്. നീ ഏതാടാ ചെറുക്ക? എന്നെ കണ്ടപ്പോൾ അവര് ചോദിച്ചു. മാമിയുടെ അനന്തരവനാണ്, ഞാൻ പറഞ്ഞു.
ഓ, ലക്ഷ്മിയുടെ മോൻ. നിന്റെ കാര്യം അവള് പറഞ്ഞിട്ടുണ്ട്. നീ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ വീട്ടിൽ വെറുതെ നിൽക്കുക. ആരാ അമ്മേ? ഉള്ളിൽ നിന്നും എന്റെ കർണകുടങ്ങളെ പുളകം കൊള്ളിച്ചുകൊണ്ട് മാമിയുടെ സ്വരമെത്തി. വിനോദ്, അവർ ഉള്ളിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ഉള്ളിൽ നിന്നും മാമിയുടെ പാദപതന ശബ്ദം പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു. ഹായ് വിനോദ്, കേറി വാടാ. ഒരു കറുപ്പും വെളുപ്പും നിറത്തിലുള്ള നൈറ്റിയൊക്കെ ധരിച്ച് സമൃദ്ധമായ മുടി കെട്ടിക്കൊണ്ട് പുറത്തേക്ക് വന്ന് എന്നെ നോക്കി പറഞ്ഞു. തീരെ ചെറിയ കൈകളുള്ള ആ നൈറ്റിയിലൂടെ ആന്റിയുടെ ഷേവ് ചെയ്ത് മിനുക്കിയ കക്ഷങ്ങൾ ഞാൻ കണ്ടു. അതോടെ എനിക്ക് ആകെ കമ്പിയായി. എത്ര നാളായി നിന്നെ കണ്ടിട്ട്? ചെക്കനങ്ങ് തടിച്ചു അല്ലേ അമ്മേ? എന്റെ ദേഹത്തേക്ക് അടിമുടി നോക്കിക്കൊണ്ട് മാമി അമ്മയോട് ചോദിച്ചു. ഞാൻ പക്ഷേ ഇവനെ ഒത്തിരി നാളായി കണ്ടിട്ട്. ഞാൻ സൈക്കിൾ തണലത്ത് മാറ്റി വെച്ചിട്ട് ഉള്ളിലേക്ക് ചെന്നു. മുണ്ടും ഷർട്ടുമായിരുന്നു എന്റെ വേഷം. എന്താടാ, എന്തു പറ്റി ഇങ്ങോട്ട് വരാൻ? അതോ നീ വേറെ വല്ലയിടത്തും പോയ വഴിക്ക് കയറിയതാണോ? മാമി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നല്ല അഴകാണ് ആന്റിയുടെ ചിരി കാണാൻ. ഇങ്ങോട്ട് തന്നെ വന്നതാ. അച്ഛനും അമ്മയും എന്നെ ഇങ്ങോട്ട് വിട്ടത്. അത് ഞാൻ പറഞ്ഞപ്പോൾ ആന്റിയുടെ മുഖം വീർക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. മാമിക്ക് മനസ്സിലായി കാണും എന്റെ സന്ദർശനത്തിന്റെ ലക്ഷ്യം എന്ന് ഞാൻ ഊഹിച്ചു. മാമി മുഖം വീർപ്പിക്കുമ്പോൾ സൗന്ദര്യം കൂടും. ഞാൻ കൊതിയോടെ മുഖത്തേക്ക് നോക്കി. ഞങ്ങൾ ഉള്ളിലെ അകത്തളത്തിന് സമീപം എത്തിക്കഴിഞ്ഞിരുന്നു. പഴയ നാലുകെട്ട് പോലെയുള്ള ആ വീടിന്റെ ഉള്ളിൽ ഒരു നടുത്തളമുണ്ട്. അവിടെ ഇട്ടിരുന്ന സോഫയിൽ ഞാൻ ഇരുന്നപ്പോൾ മാമി അല്പം മാറി ഒരു കസേരയിലിരുന്നു. എന്തിനാ അച്ഛനും അമ്മയും നിന്നെ അയച്ചത്? ഞാൻ കരുതി നീ എന്നെ കാണാൻ വന്നതാകുമെന്ന് ആന്റി മുഖം വീർപ്പിച്ച് തന്നെ പറഞ്ഞു. അച്ഛനും അമ്മയും എന്നെ വിട്ടതും ആന്റിയെ കാണാൻ, ഞാൻ വന്നതും ആന്റിയെ കാണാൻ. ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. നീ തമാശിക്കാതെ കാര്യം പറ, മാമി കപട ഗൗരവത്തോടെ പറഞ്ഞു. തമാശയല്ല മാമി, എനിക്ക് മാമിയെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അച്ഛനും അമ്മയും എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, മാമിയെ കണ്ട് സംസാരിക്കാൻ. അത് ശരി. നീ വാ, ചോറുണ്ണാൻ നേരമായി. ഉണ്ടിട്ട് മതി ഇനി സംസാരമൊക്കെ. ഞാൻ പറയാൻ പോകുന്ന കാര്യം അറിയാവുന്ന മട്ടിൽ പറഞ്ഞിട്ട് മാമി എഴുന്നേറ്റു. ഊണ് കഴിഞ്ഞുള്ള ഉച്ചമയക്കത്തിന് അമ്മ പോയപ്പോൾ ഞാനും മാമിയും വീണ്ടും നടുത്തളത്തിന് സമീപം എത്തിയിരുന്നു. മാമി മാമനുമായിട്ട് എന്തിനാ പിണങ്ങിയത് എന്ന് ചോദിക്കാൻ അമ്മ പറഞ്ഞു. ഞാൻ നേരെ വിഷയത്തിലേക്ക് വന്നു. നീ ഉച്ചയ്ക്ക് ഉറങ്ങുമോ? എനിക്ക് ഉറങ്ങണം. രാത്രി ആ കൊച്ചിടയ്ക്കിടെ ഉണർന്ന് ശല്യപ്പെടുത്തും. പകലുറങ്ങിയാൽ അത്രയും ആശ്വാസം കിട്ടും. അങ്ങനെ പറഞ്ഞിട്ട് ആന്റി എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് പോയി. ഞാനാണെങ്കിൽ ആ സോഫയിൽ തന്നെ മലർന്നു കിടന്നുറങ്ങി. വൈകിട്ട് ഒരു 5:30 കാണും. ആന്റിയാണ് ചായയുമായി വന്ന് എന്നെ ഉണർത്തിയത്. അയ്യോ, 5:30 ആയോ? എനിക്ക് പോണം. ഞാൻ ആന്റിയുടെ മനസ്സറിയുവാനായി ധൃതി അഭിനയിച്ചുകൊണ്ട് ചായ വാങ്ങി. പിന്നെ അവിടെ നിന്റെ കെട്ടിയോൾ കാത്തിരിക്കുവല്ലേ? വലിയ ജാട കാണിക്കാതെ പോയി തുണി മാറിയേർക്കാം. മാമി എനിക്കെതിരെ ചായയുമായി ഇരുന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞിട്ടാ മാമി വന്നത്. മാമി എന്റെ കണ്ണിലേക്ക് നോക്കി. ആ നോട്ടം നേരിടാനാകാതെ ഞാൻ ചായ കുടിച്ചു. സമയം ഇത്രയായില്ലേ, ഇനി രാത്രി അത്താഴം കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. അമ്മ ഉറങ്ങിക്കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് മാമി പോയി. എന്റെ ചങ്കെടുപ്പ് പൊടുന്നനെ കൂടാൻ തുടങ്ങി. എന്നാ ലുങ്കിയും ഷർട്ടും ഇട്ടോ. അല്പം കഴിഞ്ഞ് എന്റെ അരികിലെത്തി മാമി പറഞ്ഞു. മാമി മുടിയിൽ എണ്ണ പുരട്ടി കുളിക്കാനുള്ള പുറപ്പാടിലായിരുന്നു. ഞാനും വേഷം മാറിയിട്ട് കുളിക്കാനായി വെളിയിലേക്ക് പോയി. രാത്രി അത്താഴം കഴിഞ്ഞപ്പോൾ 9:30 ആയിരുന്നു. കുളിച്ചു കഴിഞ്ഞ് ആന്റി വേഷം മാറി. ഒരു ചുരിദാറാണ് ധരിച്ചിരുന്നത്. അമ്മയും ഞാനും ആന്റിയും കൂടി കുറെ നേരം അതും ഇതും പറഞ്ഞിരുന്നു. ഉറക്കം വന്നപ്പോൾ അമ്മ മുറിയിലേക്ക് പോയി. ഞാൻ ആ പെണ്ണിന് ശകലം പാല് കൊടുത്തിട്ട് വരാം, ഇല്ലേൽ അവൾ കിടന്ന് കരയും. ഇപ്പോൾ കുടിച്ചാൽ പിന്നെ 2-3 മണിക്കൂർ ഉറങ്ങിക്കോളൂ. അങ്ങനെ പറഞ്ഞിട്ട് മാമി മുറിയിലേക്ക് പോയി. നൈറ്റി മാറി ചുരിദാർ ആയതോടെ മാമിയുടെ ആ നിതംബങ്ങളുടെ മുഴുപ്പ് അതേപടി തന്നെ കാണാൻ പറ്റുമായിരുന്നു. എന്റെ ഹൃദയമെടുപ്പ് കൂടുന്നത് ഞാൻ അറിഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ ആന്റി എത്തി. വാടാ, വെളിയിലെ വരാന്തയിലിരിക്കാൻ. അവിടെ ആവുമ്പോൾ നല്ല തണുപ്പുമുണ്ട്. ആന്റി വിയർത്ത കക്ഷങ്ങൾ എന്നെ കാണിച്ച് മുടി വാരി വലിച്ചു കെട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ആന്റിയുടെ കൂടെ പുറത്തിറങ്ങി. നിലാവുള്ള രാത്രിയായിരുന്നു. അതുകൊണ്ട് മുറ്റത്തെ ലൈറ്റ് ഓഫാക്കി നീളമുള്ള വരാന്തയുടെ ഒരു കോണിൽ ഞാനും ആന്റിയും താഴേക്ക് കാലുകൾ വിട്ട് അടുത്തടുത്തായി ഇരുന്നു. എനിക്ക് അങ്ങയുടെ കൂടെ താമസിച്ചു മടുത്തു മോനെ. ഇന്നോ ഇന്നലെയോ അല്ല, കുറെ നാളായി ഞാൻ സഹിക്കുന്നു. മാമി തന്നെ വിഷയത്തിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു.
ഞാൻ കേൾക്കാൻ കൊതിച്ചിരുന്ന കാര്യം തന്നെയാണ് മാമി പറഞ്ഞത്. എന്താ മാമി? മാമൻ മാമിയുമായി വഴക്കോ മറ്റോ ഉണ്ടാക്കുമോ? ഹും, വഴക്കെങ്കിലും അയാൾ ഉണ്ടാക്കിയെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങേർ ഒരു പ്രത്യേക ടൈപ്പാണ് മോനെ. സാധാരണ മനുഷ്യരെ പോലെ സംസാരിക്കാനോ ഇടപെടാനോ അങ്ങേർക്കറിയില്ല. ഒരു വടക്കുനോക്കി യന്ത്രം പോലെയാണ് പെരുമാറ്റം. ഒരു തമാശ പറയില്ല. ആരെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലാകില്ല. നമ്മൾ കളിയായി വല്ലതും പറഞ്ഞാൽ ഉടനെ അത് സീരിയസ് ആക്കി എടുത്ത് മിണ്ടാതെ നടക്കും. വളരെ സൂക്ഷിച്ചും കണ്ടും വേണം എന്തെങ്കിലും പറയാൻ. അളന്നു തൂക്കി മാത്രമേ അങ്ങേര് സംസാരിക്കൂ. ഒരു ജയിലിൽ കഴിയുന്നത് പോലെയാണ് അങ്ങേരുടെ കൂടെയുള്ള ജീവിതം. മാമി തന്റെ പ്രശ്നങ്ങളുടെ ഭാണ്ഡം എന്റെ മുൻപിൽ തുറന്നിടാൻ തുടങ്ങി. ഞാൻ പക്ഷേ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നത് ആന്റി മാമനിൽ ലൈംഗിക തൃപ്തി ഇല്ലാതെ ഇട്ടിട്ട് പോന്നു എന്നതാണ്. അതാണ് ഞാൻ മനസ്സിൽ ചിന്തിച്ചിരുന്നത്. പക്ഷേ വേറെ പ്രശ്നങ്ങളാണ് കാരണമെന്ന് മനസ്സിലായപ്പോൾ എന്റെ പ്രതീക്ഷകൾക്ക് ചെറിയ ഭംഗം നേരിട്ടു. ഇതൊക്കെ തമ്മിൽ സംസാരിച്ച് ശരിയാക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ മാമി? ഞാൻ ചോദിച്ചു. നീ കേൾക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല ഇതൊക്കെ. ഇത് മാത്രമോ? വേറെയും എന്തെല്ലാമുണ്ട്? എന്റെ മനസ്സിൽ വീണ്ടും പ്രതീക്ഷകൾ നാം വിട്ടു. ഇത് മാത്രമല്ല, വേറെയും പ്രശ്നങ്ങളുണ്ട്. പറ മാമി, വേറെ എന്ത് പ്രശ്നമാ? ഞാൻ ഉദ്വേഗത്തോടെ ചോദിച്ചു. എല്ലാം നിന്നോട് പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്നതല്ലേ ഒക്കൂ. പറയാൻറ്റി, ഇപ്പോൾ നമ്മൾ രണ്ടാൾ മാത്രമല്ലേ ഉള്ളൂ. വേറെ എന്ത് പ്രശ്നമാ? വേണ്ട, അതൊന്നും പറയാൻ പറ്റില്ല. മാമി അങ്ങനെ പറഞ്ഞിട്ട് ചുണ്ടു മലർത്തി മുടി അഴിച്ചു കെട്ടാൻ തുടങ്ങി. ആ വെളിയിലേക്ക് തള്ളിയ ചുണ്ട് എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. മാമിയെ കൊണ്ട് സംസാരിപ്പിക്കണം എന്ന് ഞാൻ മനസ്സിലുറച്ച് ആ തുടുത്ത മുഖത്തേക്ക് നോക്കി. പറയാൻറ്റി പ്ലീസ്. ഞാൻ മെല്ലെ ആന്റിയുടെ തുടുത്ത കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ടട മോനെ, അതൊക്കെ നിന്റെ പ്രായത്തിലുള്ള പിള്ളേരോട് പറയാൻ പറ്റുന്നതല്ല. എന്റെ സ്പർശനം ആന്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. എന്റെ രോമങ്ങൾ എഴുന്നേൽക്കുന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ ആന്റിയുടെ കയ്യിൽ മെല്ലെ കയ്യമർത്തി. കല്യാണം കഴിഞ്ഞവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ എനിക്കറിയാം. ഞാൻ കുട്ടിയൊന്നും അല്ല, ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ മെല്ലെ എന്റെ കൈകൾ മാറ്റി. മാമി ദൂരേക്ക് നോക്കി ആലോചിക്കുന്നത് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ ഒരു കള്ള ഐഡിയ ഉടലെടുത്തു. എന്റെ ഒരു കൂട്ടുകാരന്റെ ചേച്ചി ഇതുപോലെ പിണങ്ങി വീട്ടിൽ തിരിച്ചു വന്നു. അത് മാമി പറഞ്ഞ കാരണമൊന്നും ആയിരുന്നില്ല. ഞാൻ മാമിയുടെ മുഖഭാവം നോക്കിക്കൊണ്ട് പറഞ്ഞു. മാമി എന്നെ നോക്കി. എന്തിനാ അവള് പിണങ്ങിയത്? അത് പറയട്ടെ. ഞാൻ ചമ്മലോടെ മാമിയെ നോക്കി. പറയടാ. ഓ, എനിക്ക് നാണമാണ്. ഞാൻ മാമിയുടെ ചെവിയിൽ പറയാം. പറ. ഞാൻ എന്റെ ചുണ്ടുകൾ മാമിയുടെ ചെവിയുടെ അരികിൽ എത്തിച്ച് മെല്ലെ ഇങ്ങനെ മന്ത്രിച്ചു. ആ ചേച്ചിയെ കിട്ടിയ ചെക്കന് ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ കഴിവില്ല മാമി. നിനക്കിതൊക്കെ അറിയാമോ? അവസാനം മാമി ചോദിച്ചു. എനിക്ക് 22 വയസ്സ് കഴിഞ്ഞു. കുഞ്ഞൊന്നും അല്ല ഞാൻ. അങ്ങനെ അവള് പറഞ്ഞോ? ആ, ചേച്ചി അമ്മയോട് പറയുന്നത് ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടതാ. അവര് വേറെ കല്യാണവും നോക്കി തുടങ്ങി. മാമി വിരൽ കടിച്ചുകൊണ്ട് എന്നെ നോക്കി. പിന്നെ അല്പനേരം മിണ്ടാതിരുന്നു. മാമിക്ക് അതുപോലെ വല്ല പ്രശ്നവും? ഞാൻ മടിച്ചു ചോദിച്ചു. ഇല്ല. പക്ഷേ മാമി അർദ്ധോക്തിയിൽ നിർത്തി. പക്ഷേ എല്ലാം ഒരു ചടങ്ങ് പോലാടാ, മാമി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ? നിനക്കറിയില്ല. പോ, ബാ, നമുക്ക് ഉറങ്ങാം. മാമി വേഗം എഴുന്നേറ്റു. എന്റെ ഉള്ളു കാളി. ഇത്രയൊക്കെ അടുത്തടിപ്പിച്ചു വന്നിട്ട് മാമി ഉറങ്ങാൻ പോയാൽ നാളെ താൻ പോവുകയും ചെയ്യും. പിന്നെ ഇതുപോലെ ഒരു ചാൻസ് കിട്ടണമെന്നില്ല. സെക്സുമായി ബന്ധപ്പെട്ട എന്തോ പ്രശ്നവും മാമിക്കുണ്ടെന്നുള്ളത് സ്പഷ്ടം. എഴുന്നേറ്റ് നിന്ന മാമിയുടെ കയ്യിൽ ഞാൻ പിടിച്ചു. ഇരിക്കും മാമി. പകൽ ഉറങ്ങിയത് കൊണ്ട് ഉറക്കമേ വരുന്നില്ല. മാമി പറ. മാമിക്ക് പറയാൻ എന്താ ഒരു മടി? ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. അമ്മ സത്യം. ഞാൻ ആണയിട്ടു. എന്റെ കണ്ണിലേക്കൊന്ന് നോക്കിയ ശേഷം മാമി തന്റെ കൈയെടുത്ത് എന്റെ തോളിൽ വെച്ചു. നീ ബാ, നമുക്ക് ബെഡ്റൂമിലിരുന്ന് സംസാരിക്കാം. എന്റെ ഉള്ളൊന്ന് കാളി. എനിക്ക് എവിടെ നിന്നെല്ലാമോ ഒരു കുളിര് കോരി. ഞാൻ പതിയെ മാമിയുടെ കൂടെ ബെഡ്റൂമിലേക്ക് നടന്നു. പിന്നെ അവിടെ നടന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ ഊഹിച്ചു കൊള്ളുക.